കാണുമ്പോൾ ഭയങ്കര ത്രില്ല്. ഇവരൊക്കെ വന്നിട്ട് എങ്ങനെ പെർഫോം, ഈ പൊളിറ്റീഷ്യൻ എന്നുള്ള ഒരു ഇതാണല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ നിന്ന് ആരൊക്കെ ആയിരിക്കും അഗ്നി കിങ് മേക്കർ ആവുമ്പം കിങ് ആവുന്നത്? ഒരു ബിഗ് ബോസ് സീസൺ 8 ഇങ്ങെത്തിയല്ലേ? ബിഗ് ബോസ് സീസൺ 8ന് വേണ്ടിയുള്ള പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ അത് എന്ന് വരും എന്നുള്ള ആകാംക്ഷയിലായിരിക്കും എല്ലാവരും. പ്രൊമോ കണ്ടല്ലോ അല്ലേ? ചാണക്യ തന്ത്രവുമായിട്ട് ലാലേട്ടനും ബിഗ് ബോസ് ഒക്കെ വരികയാണ്. കിങ് മേക്കർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, ലാലേട്ടനാണോ അതോ പ്രേക്ഷകരാണോ, ബിഗ് ബോസ് ആണോ, ആരാണ് കിങ് മേക്കേഴ്സ് എന്ന് നോക്കാം. ഡെമോക്രസിയാണ് തീം. ഡെമോക്രസി എന്ന് പറയുമ്പോൾ ജനാധിപത്യമാണ്, ജനങ്ങൾ തന്നെയാണ്. പക്ഷെ ഡെമോക്രസിയിൽ രാജാവുണ്ടോ, കിങ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവാകാം അല്ലേ? അതായത് ഏകാധിപതി, സ്വേച്ഛാധിപതി ഒന്നും ആവാതിരുന്നാൽ മതി. ഡെമോക്രസി എന്ന് പറയും ജനാധിപത്യത്തിലെ രാജാവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിലെ രാജാവ് എപ്പോഴും ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ആയിരിക്കുമല്ലോ. അപ്പം നോക്കാം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഇത് വരുന്നതെന്ന് നോക്കാം. നല്ല പ്രൊമോ ഒക്കെ കാണുമ്പോൾ നല്ല ഗംഭീരമായിട്ട് കിടിലമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ അഗ്നിപരീക്ഷ, ബിഗ് ബോസ് അഗ്നിപരീക്ഷ അല്ലേ, കോമണേഴ്സിന് വേണ്ടിയുള്ള അഗ്നിപരീക്ഷ, അത് ഉടൻ തുടങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടങ്ങി അങ്ങനെയൊക്കെ പറയുന്നു. ഒരുപാട് പേര്, 10-30 പേര് സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കോമണേഴ്സ് ആയിട്ടുള്ളവർ ഒരുപാട് പേര് അതിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് 10-30 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ബിഗ് ബോസ് സീസൺ 8ന് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഗ്നിപരീക്ഷ. ഇതുവരെ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പം അതെങ്ങനെയാണ് ബിഗ് ബോസ് സീസണിനേക്കാളും ഈ അഗ്നിപരീക്ഷ എങ്ങനെയാണ് നടത്തപ്പെടുന്നത്, അതെങ്ങനെയൊക്കെയാണ്, അതൊക്കെ കാണാനാണ് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഏഷ്യാനെറ്റിൻ്റെ ഇൻസ്റ്റാ പേജിൽ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു. അതായത് യു ആർ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞ ലാലേട്ടൻ യു ആർ ഇൻവൈറ്റഡ് എന്ന് പറയുന്നൊരു പോസ്റ്റർ. ആ പോസ്റ്റർ കണ്ടപ്പോഴുണ്ടല്ലോ ഒരുപാട് സന്തോഷം തോന്നി. അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോമണേഴ്സ് കാറ്റഗറിയാണ്, അഗ്നിപരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള പോസ്റ്റർ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാർ, പോലീസുമാർ, വക്കീലന്മാർ, സെൽഫ് എംപ്ലോയീസ്, ഓട്ടോക്കാർ, ഹൗസ് വൈഫ്സ്, സ്റ്റുഡൻസ്, വാച്ച്മാൻ, അങ്ങനെ IT പ്രൊഫഷണൽസ്, അങ്ങനെ പല ലോയേഴ്സ്, പോലീസ്മാൻ, പൊളിറ്റീഷ്യൻസ് വരെ അതിൽ കാണിച്ചിരിക്കുകയാണ്. അങ്ങനെ പല കാറ്റഗറിയിൽ നിന്നുള്ള ആളുകളെയാണ് നമ്മൾ അതിൽ കാണാൻ സാധിച്ചത്. എനിക്ക് ആ പോസ്റ്റർ കണ്ടപ്പം ഭയങ്കര ത്രില്ലായിട്ട് തോന്നി. എങ്ങനെയാണ് ഇത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് എങ്ങനെയാണെന്നത് കാണാനുള്ള ഒരു ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ പറയും കൂടുതൽ കോമണേഴ്സ് വരുന്നത് നല്ലതായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇവരെല്ലാം വന്നിട്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്, ഈ അഗ്നിപരീക്ഷ എങ്ങനെയാണ്, ഏത് മാനദണ്ഡത്തിലാണ് നടത്തുന്നത്, അത് എങ്ങനെയാണ്, അതിലെ വിജയികൾ ആരൊക്കെയാണ്, അതൊക്കെ അറിയാനുള്ള ഭയങ്കരമായൊരു ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. അത് TV-യിലുണ്ടാവുമോ, ഹോട്ട്സ്റ്റാർ അതോ ഹോട്ട്സ്റ്റാറിൽ മാത്രമാണോ ഉണ്ടാവുന്നത്, അതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തമായ കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അതിനുവേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. അതിൻ്റെ ആ സെലക്ഷൻ കാറ്റഗറീസ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു തർക്ക വിഷയമാണല്ലേ കോമണേഴ്സ് ആരാണ് കോമണേഴ്സ് എന്നുള്ളത്. കോമണർ കാറ്റഗറിയിൽ ബിഗ് ബോസ് ഇങ്ങനെ വിളിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷം കോമണർ കാറ്റഗറിയിൽ വന്ന ആൾ കോമണർ അല്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എപ്പോഴും ഒരു തർക്ക വിഷയമാണ്. പ്രേക്ഷകരുടെ ഇടയിലും റിവ്യൂവേഴ്സിൻ്റെ ഇടയിലും ഒക്കെ എപ്പോഴും ചർച്ചയാവാറുള്ള കാര്യമാണ്. അപ്പം ചിലരുടെ അഭിപ്രായത്തിൽ പാവപ്പെട്ടവരാണ് കോമണേഴ്സ്, ചിലരുടെ അഭിപ്രായത്തിൽ ജോലി ഇല്ലാത്തവരാണ്, അങ്ങനെ പല രീതിയിലും. പക്ഷെ ഈ ഒരു കാറ്റഗറീസ് കാണുമ്പോൾ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്കൊന്നും കോമണേഴ്സ് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം ജീവിതത്തിൻ്റെ പല മേഖലയിൽ നിന്നുള്ള സാധാരണക്കാർ ആണ് ആ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അത് കാണുമ്പോൾ ഭയങ്കര ത്രില്ല്. ഇവരൊക്കെ വന്നിട്ട് എങ്ങനെ പെർഫോം, എനിക്ക് ഏറ്റവും സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, ഓക്കെ, പോലീസ്മാൻ, ലോയേഴ്സ്, ഡോക്ടർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുമ്പം നമ്മുടെ ബിഗ് ബോസ് സീസണുകളിൽ ആദ്യത്തെ കോമണർ ഡോക്ടർ റോബിനായിരുന്നു. അതിനു മുമ്പ് കംപ്ലീറ്റ് സെലിബ്രിറ്റീസ് ആയിരുന്നു വന്നിട്ട്. സാധാരണക്കാരൻ, അതായത് മുഖം റെക്കഗ്നൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ ആരും അറിയാത്തൊരു വ്യക്തി അന്ന് വന്നപ്പോൾ, സീസൺ 4 വന്നപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. അപ്പം അന്നേരം കോമണർ കാറ്റഗറി ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചിന്തിക്കുമ്പോൾ ഒരു കോമണർ ആയിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഡോക്ടർമാർ വന്നിട്ട് കഴിഞ്ഞ സീസണിൽ വീണ്ടും ഒരു ഡോക്ടർ വന്നു. പക്ഷെ ആ ഡോക്ടർ പിന്നെ സെലിബ്രിറ്റി കാറ്റഗറിയിലാണ് വന്നത്. പുള്ളിക്കാരി ഡോക്ടർ പ്രൊഫഷണൽ വിട്ട് സീരിയൽ
ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിലാണ് വന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഇപ്പം അനീഷ് ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. പക്ഷെ അതിനൊക്കെയാണ് വലിയ വിവാദങ്ങളുണ്ടായിരുന്നത്. അനീഷിനെ കോമണറായിട്ട് കാണാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം അതിൽ കാണിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ലോയേഴ്സ്, പോലീസ്മാൻ, ഈ പൊളിറ്റീഷ്യൻസിനൊക്കെ കാണിച്ചിരിക്കും. ഇപ്പം അതായത് എനിക്ക് തോന്നുന്ന കേട്ടോ, ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും ഒന്നും പറയരുത്. അതായത് ഒരു ഷാളൊക്കെ ഇങ്ങനെ ഇട്ട്, കതറിൻ്റെ മുകളിൽ ഷാളൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള ഒരു ഇതാണല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അങ്ങനെ അല്ലാവോ? അങ്ങനെ എന്തായാലും എൻ്റെ വിചാരം അത് പൊളിറ്റീഷ്യൻ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പൊളിറ്റിക്കൽ, അതായത് വലിയ പൊളിറ്റീഷ്യൻസ്, നേതാക്കന്മാരൊന്നല്ല, പൊളിറ്റീഷ്യൻ, അതായത് രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ, അതിൽ നിന്നൊക്കെയുള്ള ആളുകളായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ കോമണേഴ്സ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പല മേഖലയിൽപ്പെട്ട സാധാരണക്കാരുണ്ട്, ഹൗസ് വൈഫ്സ്, സെൽഫ് എംപ്ലോയീസ്, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്, സ്റ്റുഡൻസ്, അങ്ങനെ ലോയേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യം. എനിക്ക് ആ പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ത്രില്ലടിച്ചത്. ഇവരെല്ലാവരും വന്നിട്ട് ഇതിൽ നിന്ന് ആരൊക്കെ ആയിരിക്കും അഗ്നിപരീക്ഷയിൽ നിന്ന് വിജയം നേടിയിട്ട് ബിഗ് ബോസ് സീസൺ 8 വരുന്നത്? എത്ര പേര്, 10-30 പേര്, അല്ലെങ്കിൽ എത്ര പേരായിരിക്കും അതിൽ നിന്ന് സെലക്റ്റഡ് ആവുന്നത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അഗ്നിപരീക്ഷ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെ റിസൾട്ട് നമ്മൾ അറിയാൻ പോകുന്നത് എന്തായാലും ബിഗ് ബോസ് സീസൺ 8 ഗ്രാൻഡ് ലോഞ്ചിൻ്റെ അന്നായിരിക്കും. അപ്പം ഈ അഗ്നിപരീക്ഷയോ അവസാനിക്കുന്നതോട് തുടങ്ങി തന്നെ ബിഗ് ബോസ് സീസൺ 8 തുടങ്ങുമായിരിക്കും. അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടോ. അങ്ങനെ തന്നെ ആവാനായിരിക്കും അല്ലേ സാധ്യത. കാരണം അതിൻ്റെ റിസൾട്ട് നേരത്തെ അറിഞ്ഞാൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് ഒരു ഇതുണ്ടാവില്ലല്ലോ, സസ്പെൻസ് ആയിട്ടായിരിക്കുമല്ലോ ഈ കാര്യങ്ങളെല്ലാം അവർ വിശ്വസിക്കുന്നത്. അപ്പം അഗ്നിപരീക്ഷയിൽ വരുന്നവരെ അവരുടെ പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമോ? അതെങ്ങനെയാണ്, എപ്പിസോഡായിട്ട് TV-യിൽ വരുമോ, അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലാണോ, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അതൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അതിൻ്റെ ഹോസ്റ്റായിട്ട് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അല്ലേ ആ ഇൻ്റർവ്യൂവർ അഞ്ജന, അവരാണോ ഇപ്പം റെനീഷയാണെന്ന് പറയുന്നുണ്ട് അല്ലേ? അങ്ങനെ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നും. ഇപ്പം ഈ സീസണിലാണല്ലോ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു രീതി വന്നത്. ഇതിനു മുമ്പ് പല ഭാഷകളിൽ, തെലുങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ ഇത് എങ്ങനെയാണ് പ്രാവർത്തിയാകുന്നതെന്നും അതിൻ്റെ റിസൾട്ട് എന്താണെന്നും അതിൽ കൂടുതൽ കോമണേഴ്സ് വരുമ്പം സീസൺ എങ്ങനെയാണ്, അടിപൊളിയായിരിക്കുമോ? ഇപ്പം ബിഗ് ബോസ് കിങ് മേക്കർ ആകുമ്പം കിങ് ആവുന്നത് ഒരു കോമണർ ആയിരിക്കും ഇപ്രാവശ്യത്തെ കിങ്, അതോ എങ്ങനെയാണ്? കോമണേഴ്സിന് സെലിബ്രിറ്റീസും വേണം. കോമണേഴ്സ് മാത്രമായാൽ കൊള്ളില്ല, സെലിബ്രിറ്റീസും കൂടി ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ഇത് വേണമല്ലോ. അപ്പം എല്ലാ കാറ്റഗറിയും വേണം, പക്ഷേ കൂടുതൽ കോമണേഴ്സിന് അവസരം കിട്ടുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നത്തെ പ്രത്യേകത. അപ്പം ഒരുപാട് പേര് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്ലേ ബിഗ് ബോസ് സീസണിന് വേണ്ടി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് അതായത് പ്രതീക്ഷിച്ചിരിക്കുകയാണോ അഗ്നിപരീക്ഷ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.